തോട്ട്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിന്തകൾ എന്ന് പറയുന്നത് ബ്രെയിൻ ഇൻ ആക്ഷൻ. നമ്മുടെ ബ്രെയിൻ ഇൻ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ ചിന്തകളായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോ നമുക്കല്ലാതെ ചിന്തകൾ എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എവിടെ ഇരിക്കുന്ന, നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാനോ ഒന്നും നമുക്കൊരു മാർഗ്ഗമില്ല. പക്ഷെ നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റും. ചിന്തകളെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ചിന്തകൾ എന്ന് പറയുന്നത് മനസ്സിന്റെ ലാംഗ്വേജ് ആണ്. ചിന്തകളിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സുമായിട്ടും നമ്മൾ ചിന്തിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അവലോകനം ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കടന്നു വരുന്നതിലൂടെയാണ്. അപ്പൊ ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരുന്നു. അപ്പൊ ഈ പല ചിന്തകൾ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഓരോ ചിന്തകൾക്കും ഓരോ റിയാക്ഷൻസ് ആണ് കൊടുക്കാറുള്ളത്. അതായത് ചിന്തകളെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. അതായത് പ്ലസന്റ് ആയിട്ടുള്ള ചിന്തകൾ, അൺപ്ലസന്റ് ആയിട്ടുള്ള ചിന്തകൾ എന്ന് നമുക്കൊന്ന് പറയാം. അതായത് പ്ലസന്റ് ആയിട്ടുള്ള ചിന്തകൾ, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ കഴിവിനെ കുറിച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പ്ലസന്റ് ആയിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പ്ലസന്റ് ആയിട്ടുള്ള നല്ലൊരു വാർത്ത കിട്ടിക്കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ്? നമ്മുടെ ഹാർട്ട് കുറച്ച് വലുതാവുന്ന പോലെ നമുക്ക് തോന്നും. ഹൃദയം വികസിക്കുന്നത് പോലെ തോന്നും. നമ്മുടെ ബോഡി നമുക്ക് വികസിക്കുന്നത് പോലെ തോന്നും. നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് ഷാലോ ആവുന്നത് പോലെ, ഒന്ന് ചെറുതാവുന്നത് പോലെ നമുക്ക് തോന്നും. ഇതെല്ലാം നമ്മുടെ നമുക്കൊരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ചിന്ത വരുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു തോട്ട് വരാം. അങ്ങനെ അങ്ങനെ നമ്മുടെ ബോഡിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിന്ത വരികയാണ്. നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്, നമ്മുടെ കടങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്, കൊടുക്കാനുള്ള പൈസയെ പറ്റി ചിന്തിക്കുകയാണ്, നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരു തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി വേറൊരു മോഡിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷ്രിങ്ക് ആവുന്ന പോലെ തോന്നും. ചുരുങ്ങുന്നത് പോലെ തോന്നും. ഹാർട്ട് ചുരുങ്ങുന്നത് പോലെ തോന്നും. അപ്പൊ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. അപ്പൊ നമുക്കൊരു ചിന്തയ്ക്കനുസരിച്ച് നമ്മളെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെയാണ് നമുക്ക് ഇമോഷൻസ് എന്ന് നമുക്ക് വിളിക്കാം.